നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിൻ്റെ ടച്ച് നമുക്കൊന്ന് ലോക്ക് ചെയ്താലോ? സംഭവം മറ്റൊന്നുമല്ല, മൊബൈൽ നമ്മുടേതാണെങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നമ്മുടെ വീട്ടിലെ കുട്ടികൾ തന്നെയായിരിക്കും, അല്ലേ? നിങ്ങൾക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. ഇനി അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ തിരിച്ച് വാങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഈ കാണിക്കുന്ന ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവരുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും തന്നെ അവർക്ക് കൃത്യമായിട്ട് മൊബൈൽ ഉപയോഗിക്കാനേ സാധിക്കില്ല. ടച്ച് കംപ്ലൈൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാകാലോ, നാളെ ശരിയാക്കിയിട്ട് തരാമെന്നൊക്കെ പറയാം. അതുമാത്രമല്ല, കുട്ടികളുടെ അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം നിങ്ങൾക്ക് ഇതുവഴി തടയാനും സാധിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതിനായിട്ടൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. ഇനി ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് കാണുന്നില്ല എങ്കിൽ FAAG എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഫേസ്ബുക്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഞങ്ങളുടെ വെബ്സൈറ്റിലാണ് എത്തിച്ചേരുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആപ്പ് എന്നോ ഇംഗ്ലീഷിൽ എഴുതിയത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ഗ്രാൻഡ് പെർമിഷൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച എല്ലാ ആപ്ലിക്കേഷൻസും കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. വീണ്ടും ഒന്നുകൂടി ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ മുകളിൽ കാണുന്ന ഷോ നോട്ടിഫിക്കേഷൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇവിടെ ഓക്കെ ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ താഴെ ഓട്ടോ അൺലോക്ക് ഓൺ ഇൻകമിംഗ് കോൾ എന്ന് കാണാൻ സാധിക്കും. അത് എനബിൾ ആയിട്ടായിരിക്കും ഉണ്ടാകുക. അതായത് നിങ്ങൾ ടച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകമിംഗ് കോൾ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആകും. അത് വേണ്ട എങ്കിൽ ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ മോർ സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ ഷോ ഫ്ലോട്ടിംഗ് അൺലോക്ക് ബട്ടൺ എന്ന ഈ ഒരു ഭാഗം അത് എനബിൾ തന്നെയാണ് ഉള്ളത്. ഓക്കെ, അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിന്റ് എന്ന ഭാഗം കൂടി എനബിൾ ചെയ്യുക. നിങ്ങൾക്ക് ടച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഓൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എനബിൾ പാസ്വേഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓർമ്മയുള്ള പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിലൂടെയും നിങ്ങൾക്ക് ടച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മൂന്നും ഇവിടെ എനബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇപ്പോൾ കൃത്യമായിട്ട് ടച്ച് ഇവിടെ വർക്ക് ആകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ലോക്ക് ചെയ്യാം എന്ന് നോക്കാം. ആരെങ്കിലും നമ്മുടെ മൊബൈൽ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്താണ്. ഇവിടെ തന്നെ ആ ഒരു ടച്ച് ലോക്കിൻ്റെ സംഭവം വന്നിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഇവിടെ മൊത്തം ലോക്ക് ആയിട്ടുണ്ട്. ഇനി എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് വർക്കാകില്ല. ബാക്ക് ബട്ടൺ, ഹോം ബട്ടൺ, റീസെൻറ്റ് ബട്ടൺ ഒന്നും വർക്കാകില്ല. ഓക്കെ, ഇനി ഇത് പഴയതുപോലെ വർക്കാകണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾ കൊടുത്ത ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പാസ്വേഡ് അത് എൻ്റർ ചെയ്യാതെ ഇത് വർക്കാകുകയില്ല. അതിനായിട്ട് ഇവിടെ മുകളിൽ തന്നെ ഒരു ലോക്കിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ലോക്കിൻ്റെ ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പാസ്വേഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഏതെങ്കിലും ഒന്ന് ഇവിടെ ചോദിക്കും. ഞാനിപ്പോൾ ഫിംഗർ കൊടുക്കുകയാണ്. ഫിംഗർ കൊടുത്ത ഉടനെ തന്നെ ഇത് എനബിൾ ആയിട്ടുണ്ട്, കൃത്യമായിട്ട് വർക്കാകും. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടച്ച് ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ലോക്ക് ചെയ്ത ടച്ച് നമുക്ക് തുറക്കാനും സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.